പെഹൽഗാം ഭീകര ആക്രമണത്തിന് നേതൃത്വം നൽകിയത് ഹാഷിം മൂസ എന്ന പാക് ഭീകരനെന്ന് കണ്ടെത്തൽ. ആക്രമണം നടത്തിയ 2 കശ്മീരി ഭീകരരുടെ വീടുകൾ തകർത്തു. 2 ഭീകരരുടെ രേഖാചിത്രങ്ങൾ കൂടി പുറത്തുവിട്ടു. ഇന്ത്യ പാക് അതിർത്തികളിൽ പലയിടത്തും പ്രകോപനമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം പാകിസ്ഥാൻ പിടിച്ചുവച്ച BSF ജവാന്റെ മോചനത്തിനുള്ള ശ്രമം തുടരുകയാണ്. ന്യൂസ് ഡെസ്കിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ശ്രീജ ആശിഷ് ചേരുന്നുണ്ട്. ശ്രീജ, ഈ പെഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട ഭീകരന്റെ വീട് ഇപ്പോൾ തകർത്തു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുള്ള ആക്രമണമാണോ ഇത്? കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയൊരു പ്രതിഷേധമായിരുന്നു നമ്മൾ കണ്ടത്. ഇന്നും ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുമോ? ഗോപിക, ഈ ഒരു സംശയം സ്വാഭാവികമാണ്. കാരണം കശ്മീരികൾ അവർ വളരെ അസ്വസ്ഥരായിരുന്നു. കാരണം അവരുടെ പ്രധാന വരുമാന മാർഗമായ വിനോദസഞ്ചാര മേഖലയ്ക്ക് നേരെയാണ് ഈ ഭീകരർ ഭീതിയുടെ നിറയൊഴിച്ചത്. അതുകൊണ്ട് തന്നെ അവർ വളരെ അസ്വസ്ഥതയിലാണ്, വളരെ വേദനയിലാണ്. ആബാലവൃദ്ധം ജനങ്ങൾ സ്റ്റോപ്പ് ടെററിസം എന്ന പ്ലക്കാർഡുകൾ ഉയർത്തി വലിയ പ്രതിഷേധം നിരത്തുകളിലേക്ക് ഇറങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് 35 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് കശ്മീരിൽ ഒരു ബന്ദ് ഉണ്ടാകുന്നത്. അത്തരത്തിൽ അവരൊക്കെ അസ്വസ്ഥരാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത്തരത്തിലൊരു സംശയം ഉണ്ടാകാം, ജനങ്ങളാണോ ഈ ഭീകരരുടെ വീട് തകർത്തത് എന്ന തരത്തിൽ. പക്ഷേ ജനങ്ങളല്ല, പക്ഷേ അവരുടെ ഈ ഒരു പ്രകോപനം, അല്ലെങ്കിൽ അവർ അത്രത്തോളം അസ്വസ്ഥരായത് കണ്ട് ഭരണകൂടം തന്നെയാണ് ഇപ്പോൾ ഈ ഭീകരരുടെ വീട് തകർത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 5 ഭീകരരായിരുന്നു ഈ പറഞ്ഞതുപോലെ ഭീകരാക്രമണം നടത്തിയത്. അതിൽ 2 പേർ ഈ പ്രാദേശികരായ കശ്മീരി ഭീകരരായിരുന്നു. അവരിലെ 2 പേരുടെ വീടുകളാണ് ഇപ്പോൾ ഭരണകൂടം തകർത്തിരിക്കുന്നത്. ബോംബ് വെച്ചാണ് ഇവരുടെ വീട് തകർത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രാദേശിക വികാരം ഈ പറഞ്ഞതുപോലെ വലിയ തോതിൽ ശക്തം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കശ്മീരി ജനതയ്ക്ക് നേരെയുള്ള ഒരു ഭീകര ആക്രമണമായിട്ട് തന്നെ ഇതിനെ കാണാം. കഴിഞ്ഞ ദിവസം ഒരു പ്രദേശവാസി പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഇത് ഞങ്ങൾക്ക് നേരെ ആയിരുന്നു ഈ നിറയൊഴിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രത്തോളം വേദന ഉണ്ടാകില്ലായിരുന്നു. ഇത് പ്രത്യക്ഷമായിട്ടല്ലെങ്കിൽ പോലും പരോക്ഷമായി ഞങ്ങളുടെ ജീവിതത്തിന് നേരെയാണ് അവർ നിറയൊഴിച്ചത്. ഞങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്നു. ഇനിയൊരു വിനോദസഞ്ചാരികൾ കശ്മീരിലേക്ക് എത്താൻ എത്ര വർഷങ്ങളെടുക്കും? അവരുടെ ഉള്ളിൽ എപ്പോഴും ആ ഒരു ഭീതി ഉണ്ടാകില്ലേ എന്ന കാര്യങ്ങളൊക്കെ അവരെ അത്രത്തോളം വേദനിപ്പിക്കുന്നത് തന്നെയാണ്. എന്തായാലും ഇപ്പോഴും നിയന്ത്രണ രേഖയിൽ പലയിടത്തും പാക് പ്രകോപനം ശക്തമായി തന്നെ തുടരുകയാണ്. ഇന്ത്യ എന്തായാലും ശക്തമായി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കറാച്ചി തീരത്തോട് ചേർന്ന് ഏത് നിമിഷവും പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണം നടത്താൻ ഒരു സാധ്യതയും കാണുന്നുണ്ട്. INS വിക്രാന്ത് അടക്കം നാവികസേനയുടെ പടക്കപ്പലുകളെ ഇന്ത്യയും വിന്യസിച്ചിട്ടുണ്ട്. ഇന്ത്യ എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുസജ്ജം തന്നെയാണ്. അതിർത്തിയിൽ സുഖോയ്, റഫാൽ യുദ്ധവിമാനങ്ങളും ഒക്കെ വ്യോമത്താവളത്തിലേക്ക് വിന്യസിച്ചിട്ടുമുണ്ട്. എന്തായാലും ഭീകരരുടെ ഒളിത്താവളത്തെക്കുറിച്ച് സൈന്യത്തിന് വിവരം ലഭിച്ചു എന്നാണിപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. അത് എത്രത്തോളം സ്ഥിരീകരണം വന്നിട്ടുണ്ട് എന്നറിയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ കൂടി ഈ പിർപഞ്ച് മേഖലയിലാണ് ഇവർ ഇപ്പോൾ ഒളിച്ചിരിക്കുന്നത്. ആ മേഖലയൊക്കെ സൈന്യം വളഞ്ഞിട്ടുണ്ട്. എന്തായാലും അവരെ ഉടനെ കണ്ടെത്താൻ കഴിയും എന്നുള്ളൊരു വിശ്വാസവും സൈന്യത്തിനുണ്ട്. ഈ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ലഷ്കറിനൊപ്പം മറ്റ് ഭീകര സംഘടനകളുടെ സഹായവും ഇവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഭീകരാക്രമണത്തിൽ ഇതുവരെ 2000 പേരെയോളം ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഈ വ്യാജ പേരിൽ കുതിരസവാരി നടത്തിയ ഒരാൾ പിടിയിലായി എന്നുള്ളൊരു കാര്യമാണ് എടുത്തു പറയേണ്ടത്. പുരാൻ സിംഗ് എന്ന പേരിൽ കുതിരസവാരി നടത്തിയ മനീർ ഹുസൈനാണ് പിടിയിലായത്. വൈഷ്ണവോദേവി ക്ഷേത്രപാതയിൽ വെച്ചാണ് ഇയാളെ പിടികൂടുന്നത്. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഹാഷിം മൂസ എന്നൊരു പാകിസ്ഥാനി ഭീകരനാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഭീകരരിൽ 4 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2 ഭീകരരുടെ രേഖാചിത്രം കൂടി തയ്യാറാക്കിയിട്ടുമുണ്ട്. നേരത്തെ 3 പേരുടെ രേഖാചിത്രം പുറത്തുവിട്ടത് നമുക്കറിയാം. എന്തായാലും ഇപ്പോൾ 2 പേരുടെയും കൂടി രേഖാചിത്രം പുറത്തുവിട്ടിട്ടുണ്ട്. ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തതായി നമുക്കറിയില്ല. എന്തായാലും ഭീകരാക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അനന്ത്നാഗ് അഡീഷണൽ SP നേതൃത്വത്തിൽ ജമ്മു കശ്മീർ പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യ സുസജ്ജം തന്നെയാണ്. സുരക്ഷാ അവലോകനത്തിനായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ന് കശ്മീരിലെത്തും. ശ്രീനഗറിൽ ചേർന്ന നിർണായക അവലോകന യോഗത്തിൽ തുടർ നീക്കങ്ങൾ അദ്ദേഹം ആസൂത്രണം ചെയ്യും. അത്തരത്തിൽ എല്ലാ രീതിയിലും ഇന്ത്യ സുസജ്ജം തന്നെയാണ്.